Hi all, welcome back to the another class of 10 states crash class. So നമുക്കൊരു പുതിയ ചാപ്റ്ററിലേക്ക് കിടക്കാം. അർദ്ധമാറ്റിക് സീക്വൻസ് എന്നുള്ള തേർഡ് ചാപ്റ്റർ ആണ് നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലെ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Find the algebraic form of a arithmetic sequence. Arithmetic sequence എന്നാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പഴയ വീഡിയോയിൽ നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി. അരിത്തമെറ്റിക് സീക്വൻസ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു കോമൺ ഡിഫറൻസ് സീക്വൻസിന്റെ ഇടയിൽ ഉണ്ടായിരിക്കും. അതായത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമിന് ഇടയിൽ ഒരു കോമൺ ഡിഫറൻസ്, ആ കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേമും തേർഡ് ടേമും ഇടയിലുള്ള കോമൺ ഡിഫറൻസ് സെയിം ആയിരിക്കും. അതായത് അവർ ഡിഫറൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതുപോലെ തന്നെ തേർഡ് ടേം മൈനസ് സെക്കൻഡ് ടേം എല്ലാം എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ ഒരു കോമൺ ഡിഫറൻസ് ഉള്ള സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും നമുക്ക് അറിയാമെങ്കിൽ ഒരുവിധപ്പെട്ട അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതായത് nth ടേം, ഒരു 50th ടേം, ഒരു 60th ടേം, 61th ടേം, ഇങ്ങനെയൊക്കെ നമുക്ക് ടേംസിന്റെ നമ്പർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത്രയും ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. സീക്വൻസിലെ എല്ലാ ടേംസും നമുക്ക് ഫെമിലിയർ അല്ലെങ്കിലും നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെയും കേസിൽ. അപ്പൊ അതെങ്ങനെയെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അരിത്തമെറ്റിക് സീക്വൻസ് എന്താന്ന് പറഞ്ഞാൽ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടാകും. ടേംസിന്റെ ഇടയിൽ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ടേംസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കാം. ഇവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിയിട്ടുണ്ട്, 21, 32, 43, 54. അപ്പൊ നമുക്ക് ഇതിൽ നോക്കിയാൽ അറിയാം 32 മൈനസ് 21 എന്ന് പറയുന്നത് എന്താണ്, 11 ആണ്. 11 ആണ് അല്ലെ. അതുപോലെ 43 മൈനസ് 32 എന്താണ്, 11 ആണ്. 54 മൈനസ് 43 എന്ന് പറയുന്നതും 11 ആണ്. അപ്പൊ ഈ ഒരു സീക്വൻസിന്റെ നമ്മുടെ കോമൺ ഡിഫറൻസ് നമ്മൾ ഡി എന്ന് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, 11 ആണ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇങ്ങനെയുള്ള സീക്വൻസിനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ടേം അറിയണം, കോമൺ ഡിഫറൻസ് അറിയണം. ഓക്കെ, ഫസ്റ്റ് ടേം നമുക്ക് ഈ ഇതെന്ന് അറിയാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 21 ആണ്. അതിൽ നിന്ന് 11 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 32 കിട്ടും. 32 നിന്ന് 11 ആഡ് ചെയ്യുമ്പോൾ 43 കിട്ടും. 43 നിന്ന് 54 കിട്ടും. 11 ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ ആ സീക്വൻസ് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പൊ നമുക്ക് അതിൽ അറിയാവുന്ന കാര്യങ്ങൾ, ഫസ്റ്റ് ടേം അറിയാം, ഫസ്റ്റ് ടേമിന് എഫ് എന്നിട്ട് 21 ഇട്ടു, കോമൺ ഡിഫറൻസ് അറിയാം. ഇത്രയും രണ്ട് കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് ഏത് ടേം വരെ വേണമെങ്കിലും നമുക്കൊരു 10ാമത്തെ ടേം അല്ലെങ്കിൽ 20ാമത്തെ ടേം അല്ലെങ്കിൽ 100th ടേം ഇതൊക്കെ സീക്വൻസ് എഴുതാതെ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഒറ്റ ഇക്വേഷൻ എഴുതിയാൽ മതി. എക്സ് ഓഫ് എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ nth ടേം, അതായത് nth ടേം, 10ാമത്തെ ടേം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 11th ടേം അല്ലെങ്കിൽ 100th ടേം, 1000th ടേം, ഏത് ടേം വേണമെങ്കിലും. ടേം എന്ന് പറയുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, നമുക്ക് ഒരുവിധം 10 വരെയൊക്കെ എഴുതാൻ പറ്റുമായിരിക്കും. അതിനപ്പുറം 11th, അതുപോലെ 100th, 1000, അങ്ങനെ ടേംസ് എത്ര വേണമെങ്കിലും നമുക്ക് എഴുതാം അല്ലെ സീക്വൻസിൽ. ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ യൂസ് ചെയ്യാൻ മതി. ആ ഇക്വേഷൻ xn is equal to ഫസ്റ്റ് ടേം പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. n എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം ആണ് നമുക്ക് കിട്ടേണ്ടത്, അതാണ് n. d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും, അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രായിക് ഫോം കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എഫിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 21 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n മൈനസ് 1 ഇൻറ്റു ഡി എന്താണ്, 11 ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു ടേമിനെ നമുക്കൊന്ന് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ കൊടുക്കാം. ഓക്കെ, അതായത് 11 കൊണ്ട് n-നെയും 11 കൊണ്ട് -1-നെയും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ എന്ത് വരും, 21 പ്ലസ് 11n മൈനസ് 11 വരും. ഓക്കെ, ഇങ്ങനെയാണല്ലോ കിട്ടുക. xn is equal to, ഇനി 21ഉം -11ഉം കൂടി നമുക്ക് കോൺസ്റ്റന്റ് ടേംസ് ആണ് അല്ലെ, മൈനസ് ചെയ്യും. 21 മൈനസ് 11 എന്ത് വരും, 10 വരും. അപ്പൊ ഇതെന്താണ്, 21 മൈനസ് 11 പ്ലസ് 11n വരും. 21 മൈനസ് 11 എന്ത് വരും, 10 പ്ലസ് 11n ആണ്. ഇതാണ് നിങ്ങളുടെ ജനറൽ ടേം വരുന്നത്. ക്ലിയർ ആണെന്ന് വരുന്നു. xn is equal to 10 പ്ലസ് 11n. അപ്പൊ നിങ്ങൾക്ക് 100 ടേംസ് കണ്ടുപിടിക്കണമെങ്കിൽ n-ന്റെ സ്ഥാനത്ത് എന്ത് ഇട്ടാൽ മതി, 100 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് ഇതിൽ നിന്ന് 88th ടേം കണ്ടുപിടിക്കണമെങ്കിൽ n-ന്റെ സ്ഥാനത്ത് 88 ഇൻറ്റു 11 പ്ലസ് 10 ചെയ്താൽ നിങ്ങൾക്ക് ഈ സീക്വൻസിന്റെ 88th ടേം കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണെന്ന് പറഞ്ഞു. 88th ടേം കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പൊ ഞാൻ കണ്ടുപിടിക്കണം x88 എനിക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതി, 10 പ്ലസ്
11 into 88 ചെയ്താൽ മതി. 10 plus 11 into 88 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? x88 കിട്ടും. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ ആദ്യം ചെയ്യണം അല്ലേ? അപ്പൊ 88 into 11 ചെയ്യാം. അപ്പൊ 88 ഓക്കെ 968 ആണ് വരുന്നത്. 968 plus 10 ആണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ ഒരു സീക്വൻസിന്റെ 88th ടേം. അപ്പൊ എന്ത് വരും? 978 ആണ് എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഈ സീക്വൻസിന്റെ 88th ടേം. അപ്പൊ അതിന്റെ ലോജിക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇങ്ങനെ ഒരു സീക്വൻസ് നിന്ന് നിങ്ങളോട് ജനറൽ ഫോർമുല ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചിരിക്കണം. xn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f plus n minus 1 into d. ഫസ്റ്റ് ടേം ആണ് എഫ്. ഡി എന്ന് പറയുന്നത് ആ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറൽ ഫോം കിട്ടും. ആ ജനറൽ ഫോമിൽ എന്നിന് ഏത് വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സാധിക്കാം? ആ ടേം കണ്ടുപിടിക്കാൻ സാധിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി മറ്റൊരു മെത്തേഡ് നമുക്ക് നോക്കാം. മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാൽ ഇതേ കാര്യം ജനറൽ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നമുക്ക് നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നമുക്ക് 8th ടേമും തന്നിട്ടുണ്ട്, 12th ടേമും തന്നിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് പറഞ്ഞു. 8th ടേം 2 എന്ന് പറഞ്ഞിട്ടുണ്ട്, 12th ടേം 8 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ജനറൽ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് രണ്ട് ടേംസ്, ഫസ്റ്റ് ടേമും അറിയില്ല, കോമൺ ഡിഫറൻസും അറിയില്ല. നമുക്ക് അറിയാവുന്നത് 8th ടേം ആണ്, പിന്നെ അറിയാവുന്നത് 12th ടേം ആണ്. അപ്പൊ നമുക്കിത് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതേ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്നത് x8, 8th ടേമിന് ഞാൻ റെപ്രസെന്റ് ചെയ്യണതാണ് x8. x8 is equal to f plus 8 minus 1 into d ആണല്ലോ. n എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് f plus 7d എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് 2 ആണെന്ന് തന്നിട്ടുണ്ട്. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പൊ 12th ടേമിന് എനിക്ക് എങ്ങനെ എഴുതാം? x12 equal to f plus 12 minus 1 into d എന്ന് എഴുതാം. ദാറ്റ് ഈസ് f plus 11 into d എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്? 8. ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്ത് നോക്കാം. അപ്പൊ അതിന്റെ താഴെ എഴുതാം f plus 7d is equal to 2. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എഫ് മൈനസ് എഫ് എന്ത് വരും? 0 വരും. 11 മൈനസ് 7 എന്ത് വരും? 4d വരും അല്ലെ. 11 മൈനസ് 7, 11d മൈനസ് 7d എങ്ങനെ ചെയ്യും നമ്മള്? 11 മൈനസ് 7 4d അല്ലെ. അതുപോലെ 8 മൈനസ് 2 എന്ത് വരും നിങ്ങൾക്ക്? 8 മൈനസ് 2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഡിയുടെ വാല്യൂ എന്താണ്? 6 അതായത് 3/2 ആണ് നിങ്ങളുടെ എന്ത് വരുന്നത്? ഡി വരുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഡി ഈസ് ഈക്വൽ ടു 3/2 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ ഡി കിട്ടി. നമുക്ക് അപ്പൊ ഇനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം അല്ലെ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f plus 7 into 3/2 equal to 2 കിട്ടും. ഓക്കെ, അപ്പൊ f is equal to എന്ത് വരും? 2. ഈ ഇക്വേഷന് ഈ ടേമിന് അപ്പുറത്തേക്ക് കൊണ്ടുവരണം. മൈനസ് 7 into 3/2 വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഇതിന്റെ താഴെ 1 ആണല്ലേ വരുന്നത്. ഈ ഒരു ടേമിന്റെ താഴെ എന്താ വരുന്നത്? 2 ആണ്. അപ്പൊ നമുക്ക് രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? 4 divided by 2 minus 21 divided by 2 കിട്ടും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ 4 divided by 2 minus 21 divided by 2 കിട്ടും. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് മൈനസ് ചെയ്യാം അല്ലെ. അപ്പൊ എന്തൊരു? മൈനസ് 17 divided by 2 കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ടേമും കിട്ടി, കോമൺ ഡിഫറൻസും കിട്ടി. ഇനി നമുക്ക് ഈ ജനറൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ടേം മൈനസ് 17/2 കിട്ടി, കോമൺ ഡിഫറൻസ് 3/2 കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണത്തെ പോലെ തന്നെ ജനറൽ ഇക്വേഷൻ എന്താണ്? ജനറൽ ഫോം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് f plus n minus 1 into d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എഫിന്റെ വാല്യൂ എന്താണ് വരുന്നത്? മൈനസ് 17/2 പ്ലസ് n minus 1 into 3/2. ഓക്കെ, ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതിനെന്ത് ചെയ്യണം? മൈനസ് 17/2 എഴുതിയതിനു ശേഷം ഈ 3/2നെ n മൈനസ് 1ന്റെ ഓരോ ടേംസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം 3/2നെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3/2n. നെക്സ്റ്റ് മൈനസ് 1നെ 3/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് വരും? മൈനസ് 3/2.
ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ -17/2 -3/2 ഒന്നിച്ച് എഴുതി നോക്കാം. എന്താ സംഭവിക്കുന്നത്? -17/2 -3/2 +3/2 n വരും അല്ലെ. അപ്പൊ ഇത് രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്, കോൺസ്റ്റന്റ് ആണ്. ആഡ് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ എന്ത് വരും? നമുക്ക് -17 -3 എന്ന് പറയുന്നത് -20/2 ആണ്. അപ്പൊ എന്ത് വരും? ദിസ് ബിക്കം -20/2 +3/2 n വരും. ഓക്കെ, -20/2 എന്ന് പറയുന്നത് -10 ആണ്, ഈക്വൽ ടു -10 +3/2 n. ഇതാണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. അതായത് ജനറൽ ഫോം ഓഫ് ദിസ് ഗിവൺ സീക്വൻസ് 8th ടേം ഈസ് 2, 12th ടേം ഈസ് 8 എന്ന് പറയുന്ന സീക്വൻസിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? -10 +3/2 n. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമേ എക്സാമിന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ മോഡൽസും നിങ്ങൾ എടുത്ത് 2-3 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് പഠിച്ചവർക്ക് മാത്രമേ എക്സാമിന് എളുപ്പമായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോസിബിലിറ്റീസ് ഉണ്ട്. വർക്കൗട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് വരാം. അപ്പൊ അതുവരെ താങ്ക് യു.